നമ്മൾക്ക് കൃഷി ചെയ്യുന്നവർക്കും ചെടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എവിടെയെങ്കിലും പോവേണ്ടി വന്നാൽ അപ്പോൾ പോകേണ്ടി വരുന്ന സമയത്ത് വാട്ടറിങ് ഏറ്റവും വലിയ പ്രശ്നമാവും അല്ലേ. ഇപ്പോൾ അഡിനിയത്തിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ബാക്കിയുള്ള ചെടികൾക്ക് 1-2 ദിവസം നനച്ച് കൊടുക്കേണ്ട ചെടികളുണ്ട്. അഡിനിയൊക്കെ 2-3 ദിവസം നനച്ചില്ലെങ്കിൽ പോലും സർവൈവ് ചെയ്യണം, നമുക്കറിയാമല്ലോ, അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പറ്റുന്നൊരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതാണ് ആ സാധനം. എന്താണെന്ന് മനസ്സിലായോ? ഇതിനാണ് ഡ്രോപ്പർ എന്ന് പറയും. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയതാണ് കേട്ടോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയതാണ്. കണ്ടോ, ഈ സാധനം വെച്ചിട്ട് നമുക്ക് കുപ്പിയിൽ വെച്ചിട്ട് ചെടിച്ചട്ടിയുടെ താഴ്ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് വെള്ളം പിടിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കുപ്പി വേണം. കണ്ടോ, ഏതെങ്കിലും ഒരു കുപ്പി മതി. കാരണം ആ ഡ്രോപ്പർ അവർ നോർമലായിട്ട് എല്ലാത്തിനും ഇപ്പോൾ ഏകദേശം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ ബോട്ടിലിനും അതിൻ്റെ ക്യാപ്പ് ഏകദേശം എല്ലാത്തിനും നമുക്ക് സ്യൂട്ടാവും. അപ്പോൾ അതേപോലെ എല്ലാത്തിനും സ്യൂട്ടാവണ ഒരു ക്യാപ്പാണ് ആ ഡ്രോപ്പറിനുള്ളത്. നമ്മൾ കണ്ടോ, ബോട്ടിലിൽ വെള്ളം നിറച്ചു. ഇത് നമ്മൾ സാധാരണ ക്യാപ്പ് ഇടുന്ന പോലെ ഇട്ടിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. എല്ലാത്തിനും ഒരേ സൈസാണ്, അപ്പം അതിന് ഫിറ്റ് ആവണ പോലെയാണ് കേട്ടോ. കണ്ടോ, ഇപ്പോഴത്തെ ടൈറ്റാക്കി നല്ല ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ മൂടിയതാണ്. എന്നിട്ട് ഈ ഭാഗമാണ് നമ്മൾ ചെടിയുടെ താഴ്ഭാഗമില്ലേ, ആ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് വേരിൽ തട്ടാണ്ട് കുറച്ച് മാറി ഇങ്ങനെ കുത്തി നിർത്താൻ പറ്റുന്നത്. ഇപ്പോൾ അത് ഓപ്പണാണ്, കണ്ടോ, ഡ്രോപ്പായി പോകുന്നത് കണ്ടോ. ഈ ഡ്രോപ്പാണ് ചെടിയുടെ താഴെ വരേണ്ടത്. ഇതൊരിത്തിരി മാറ്റിയിട്ട് ഈ സ്റ്റിക്കില്ലേ, ഇതിങ്ങനെ കുത്തി നിർത്താൻ ഉപയോഗിക്കുന്നത്, അപ്പം ഇത്തിരി മാറ്റിയിട്ട് ആക്കണം. കണ്ടോ, ഇത് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോഴ്സിലൊക്കെ ചെറുതായിട്ട് വ്യത്യാസം വരും. കണ്ടോ, അപ്പോൾ നമ്മൾ ഫോഴ്സ് സെറ്റ് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ പോകാം കേട്ടോ. ചെടിയുടെ അവിടെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലെടുത്താൽ മതി കേട്ടോ. ഈ സെയിം സാധനം വാങ്ങണമെന്നല്ല, ഇങ്ങനത്തെ കൺസെപ്റ്റ് ഇല്ലേ, നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇത് ഇനി എത്ര ദിവസം നിൽക്കുമെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് വർക്ക് ആവുന്നുണ്ടോയെന്ന് ഒരു 2-3 ദിവസം മുന്നേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ വൈകുന്നേരം വന്ന് ഇനി ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് ശരിയാവുന്നുണ്ടോ, വർക്കാവുന്നുണ്ടോ എന്താണെന്ന് കേട്ടോ.